നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ NCB ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തനിക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ തന്നെയാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ NCB സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളുണ്ടെങ്കിൽ ഇത് കണക്ക് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇത് കണക്ക് ചുമ്മാതാണ് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ അകത്തുനിന്ന് കുറേ പേരുണ്ട് ഇത് കണക്ക് പറയുന്നുണ്ട്. NCBക്കെതിരെ ഒരുപാട് മോശമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൻ്റെ പേരൊക്കെ കൂട്ടിച്ചേർത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കേടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി പലവട്ടം ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നെല്ലാം പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഭയങ്കര വലിയ സപ്പോർട്ടുണ്ടെങ്കിൽ NCBക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. അകത്ത് അങ്ങനെയൊന്നും കിട്ടുന്നില്ല, പക്ഷേ വെളിയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്തായിരുന്നാലും അകത്ത് ഇതേ കണക്കുണ്ടെങ്കിൽ NCB ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പലവട്ടം പറയും. താനങ്ങനെ ഒരാളോട് ഇത് കണക്ക് മതം മാറ്റാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല. തനിക്കെതിരെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഇത് കണക്ക് ഉണ്ടാക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇത് കണക്ക് കള്ളത്തരം പറഞ്ഞവർക്കെതിരെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് അൻസിബ പറഞ്ഞിരുന്നത്.